സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 4 മാത്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കായ മാത്സ് മേളയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഷേപ്സ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള പലതരത്തിലുള്ള ആകൃതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. ദീക്ഷ വാണ്ടഡ് ടു ഗോ ടു എ ബിഗ് സിറ്റി ഡ്യൂറിങ് ഹെർ സമ്മർ ഹോളിഡേയ്സ്. ദീക്ഷയുടെ വലിയൊരു ആഗ്രഹം എന്താണെന്ന് അറിയുമ്പോൾ സമ്മർ ഹോളിഡേയ്സിൽ വലിയൊരു സിറ്റിയിൽ പോകണം. അവർ പോയ എങ്ങോട്ടാന്ന് നോക്കാം. ഹെർ ഫാദർ took her to Delhi and they visited many old and new interesting monuments like, നോക്കി, ദീക്ഷ പോയത് ഡൽഹിയിലേക്കാണ്. അപ്പോൾ അവിടെ പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് മോണുമെൻറ്റ്സ്, സ്മാരകങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ കണ്ട എന്തൊക്കെയാണെന്നറിയാമോ? ഇന്ത്യ ഗേറ്റ്, കുത്തബ് മിനാർ, സത്റഞ്ച് ടോപ്പ് ആൻഡ് അക്ഷർധാം, ദെൻ ആശ്രം മ്യൂസിയം, ജന്തർ മന്ദർ, സൻസദ് ഭവൻ. ഇതൊക്കെയാണ് നമ്മുടെ ദീക്ഷ പോയി കണ്ടത്. അപ്പം നോക്കിയേ, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ട മോണുമെൻറ്റ്സിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടോ? നമുക്ക് ഇത് വളരെ എന്താ പറയുന്നത്, ഭംഗിയുള്ള ഷേപ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആർച്ചസ് അല്ലേ, സിലിണ്ടേഴ്സ്, ക്യൂബോയിഡ്സ്, ഇതൊക്കെ നമ്മൾ തേർഡിൽ പഠിച്ചിട്ടുള്ള അല്ലേ, അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നൗ ഷീ ഈസ് ട്രൈങ് ടു മേക്ക് എ മോഡൽ ഓഫ് ഇന്ത്യ ഗേറ്റ് യൂസിങ് ഹെർ വുഡൻ ബ്ലോക്സ്. അവൾ എന്ത് ചെയ്യാമെന്നറിയാമോ? ഇവിടെ കയ്യിൽ കുറച്ച് വുഡൻ ബ്ലോക്സ് ഉണ്ടായിരുന്നേ. ആ വുഡൻ ബ്ലോക്സ് വെച്ചിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ പിക്ചർ എടുത്ത് വെച്ച് അതുപോലെ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ നോക്കുകയാണേ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഷേപ്സ് ഏതൊക്കെയായിരുന്നു അറിയുമോ? ക്യൂബോയിഡ്, കോണ്, സിലിണ്ടർ, ക്യൂബ്, സ്പിയർ, പിരമിഡ്സ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച ഷേപ്പുകൾ. അപ്പോൾ ഈ ഷേപ്സുകൾ ഒക്കെ നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറേ കാര്യങ്ങളോടാണ് നമ്മൾ ഷേപ്സിനെ കുറിച്ചുള്ളത് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ട്രൈ ടു മേക്ക് എ മോഡൽ ഓഫ് ദ ബിൽഡിംഗ് ഷോൺ ഹിയർ യൂസിങ് ബ്ലോക്സ്. നമ്മളിവിടെ കണ്ട ഷേപ്പിൽ ഒരു മോഡൽ നിങ്ങൾ ഉണ്ടാക്കാൻ പറയുകയാണേ. വാട്ട് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ഹാവ് യു ഷോൺ ഇൻ യുവർ മോഡൽ? നിങ്ങളുടെ മോഡലിൽ ഏത് പാർട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? അതായത് റൂഫ്, പില്ലർ, ബേസ്, ഇതൊക്കെ എന്ത് കൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? റൂഫ് കോണും ട്രയാങ്കിളോ ഉപയോഗിക്കാൻ എളുപ്പം അല്ലേ. ദെൻ പില്ലേഴ്സ് ആണ് സിലിണ്ടർ, ബേസ് ആണ് ക്യൂബോയിഡ്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് വൈ ഡിഡ് യു സെലക്ട് ദീസ് പാർട്സ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാർട്സൊക്കെ എടുക്കാൻ കാര്യം? സിലിണ്ടറും അതായത് റൂഫിന് കോൺ എടുക്കാൻ എന്താ കാര്യം? ബിക്കോസ് ദീസ് പാർട്സ് ആർ ഹെൽപ്പ് അസ് ടു ഐഡൻറ്റിഫൈ ദ ബിൽഡിംഗ്. ബിൽഡിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണ്ടേ ഇതിൻ്റെ മോഡലാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. വാട്ട് ഷേപ്പ് വിൽ മോഡൽ ദീസ് പാർട്സ് വെൽ? ഇനിയും ഈ പാർട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഷേപ്പുകളാണ് എടുത്തേക്കുന്നത്? ക്യൂബ്സ്, ക്യൂബോയിഡ്, സിലിണ്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആൻഡ് ഹൗ ഈസ് യുവർ മോഡൽ സിമിലർ ടു ദ പിക്ചർ ഓഫ് ദ റിയൽ ബിൽഡിംഗ്? ഈ റിയൽ ബിൽഡിങ്ങുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മോഡലിന് എങ്ങനെയാണ് സിമിലാരിറ്റി അല്ലെ സാമ്യത എങ്ങനെയാണ്? ദ ഷേപ്പ് ആൻഡ് പാർട്ട് ഓഫ് മൈ മോഡൽ ലുക്ക് ലൈക്ക് റിയൽ ബിൽഡിംഗ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പും അതിൻ്റെ പാർട്സും മോഡലിൻ്റെ പാർട്ടും ഒക്കെ യഥാർത്ഥത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ കൂട്ടാണ്. ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം റിയൽ ബിൽഡിംഗ്? യഥാർത്ഥത്തിലുള്ള ബിൽഡിങ്ങിൽ എന്താ വ്യത്യാസം? മൈ മോഡൽ ഈസ് സ്മോൾ ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് വുഡൻ ഷേപ്പ് അല്ലേ. നമ്മുടെ മോഡൽ വുഡ് കൊണ്ടുണ്ടാക്കി, വുഡൻ ഷേപ്സ് കൊണ്ടുണ്ടാക്കിയ, ബ്ലോക്ക് കൊണ്ടുണ്ടാക്കിയാണ് എന്താണ് വളരെ ചെറുതോ അല്ലേ. അപ്പം നമുക്ക് അത്രയും കുത്തബ് മിനാറിൻ്റെ അത്രയും വലുത് അല്ല, ഇന്ത്യ ഗേറ്റിൻ്റെ അത്രയും വലിയ മോഡൽസ് പണിയാൻ പറ്റുമോ? ഇല്ല. പ്രൊജക്റ്റ് വർക്ക് encourage learners to observe a street carefully and make a model showing the main building on the street. അതായത് നിങ്ങൾ ലേണേഴ്സ്, അതായത് സ്റ്റുഡൻസ് സ്ട്രീറ്റിലൊക്കെ നടന്നിട്ട് അവിടെയുള്ള വലിയ ബിൽഡിങ്ങുകളുണ്ടല്ലോ അതിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ്. ഐ ഹാവ് മേഡ് സംതിങ് ലുക്ക് ലൈക്ക് മൈ കുത്തബ് മിനാർ. കുത്തബ് മിനാറിനോട് പോലത്തെ ഒരെണ്ണം ഇവൻ ഉണ്ടാക്കിയെന്ന് ഇവൻ പറയുന്നു. നോക്കാം നമുക്ക്. ഡു യു തിങ്ക് ഇറ്റ് ലുക്ക് ലൈക്ക് കുത്തബ് മിനാർ? കുത്തബ് മിനാറിൻ്റെ കൂട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താണെന്നറിയാമോ? ഈ സിലിണ്ട്രിക്കൽ ബോക്സ് നമ്മൾ വേണ്ട ഇത് കണ്ടോ, താഴേന്നേ സിലിണ്ട്രിക്കൽ ബ്ലോക്സ് ആണ് വരുന്നത്. പക്ഷേ ഇവൻ എന്നാ ചെയ്തേക്കുന്നത് നോക്ക്, ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ, വ്യത്യാസമാണ്.
പക്ഷേ സിലിണ്ടറിക്കൽ ബ്ലോക്സ് ആയിരുന്നെങ്കിലോ അത് കറക്റ്റ് ആയിരുന്നേനെ. എന്തായിരുന്നു വേണ്ടത്? സിലിണ്ടർ, ഇറ്റ് ലുക്ക് ലൈക്ക് സിലിണ്ടർ. നമ്മൾ വാട്ട് ഷേപ്പ് വുഡ് ദീസ് കുത്തബ്മിനാർ നീഡഡ്? സിലിണ്ടറിക്കൽ ഷേപ്പ്. ഹൗ മെനി സച്ച് ഷേപ്സ് വിഡ് യു യൂസ്? എത്ര ഷേപ്സ് വേണമായിരുന്നു? 5 എണ്ണം വേണമായിരുന്നു കേട്ടോ. 5 സിലിണ്ടറിക്കൽ ഷേപ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മാറിയേനെ. Do you know the Qutub Minar is a World Heritage Site and the tallest building made up of bricks. It has 5 stories and 379 stairs. അതായത് കുത്തബ് മിനാർ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതായത് നമ്മുടെ പരമ്പരാഗത ബിൽഡിങ്ങുകളാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നത്. അതിലൊന്നാണ് കുത്തബ് മിനാർ. അതിന് 5 സ്റ്റോറീസ്, 5 നിലകളുണ്ട്, 379 സ്റ്റെയേഴ്സും ഉണ്ട്. And earlier people made buildings with clay, bricks, stone blocks and wood. Today we also use concrete blocks, hollow blocks, etc. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഈ ബ്രിക്സ് ഇഷ്ടിക കൊണ്ടൊക്കെ ആയിരുന്നു ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഹോളോ ബ്രിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് കോമൺ ടു ഓൾ ദീസ് ബ്രിക്സ്? ഈ ബ്രിക്സിനെല്ലാം കോമൺ ആയിട്ട് എന്താ ഉള്ളതെന്ന് പറയാമോ? അതിന് ഫ്ലാറ്റ് ഫേസസ് ആണുള്ളത് അല്ലേ? ഫ്ലാറ്റ് ഫേസസ് അതാണ് കോമൺ ആയിട്ട് എല്ലാ ബ്രിക്സിലും ഉള്ളത്. മേക്ക് എ സ്പിയർ ലൈക്ക് ഷേപ്പ് വിത്ത് പേപ്പർ സ്ട്രൈപ്സ്. പേപ്പർ സ്ട്രൈപ്പ് കൊണ്ട് ഒരു സ്പിയറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ സ്ട്രൈപ്സ് ഇങ്ങനെ വെട്ടിയിടുക പേപ്പർ കൊണ്ട്, എന്നിട്ട് ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഈ ഒരു ഭാഗം കെട്ടി വെച്ചാൽ മതി. അപ്പം നമുക്ക് സ്പിയർ ഷേപ്പ് കിട്ടും. Diksha has folded open and flattened a box to see what an open box looked like. This is called a net of the box. If you fold along the dotted lines, you will get the box back. അതായത് ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിനാണ് നെറ്റ് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് ഓഫ് ദ ബോക്സ് മടക്കി നേരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ബോക്സ് ആക്കാൻ പറ്റും. യൂസ് എ നെറ്റ്സ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക് ടു മേക്ക് ദ മോഡൽ ഷോൺ ബിലോ. ഇനി നമുക്ക് ഇതുപോലെ നെറ്റ് ബുക്കിന് ബാക്ക് എൻഡിൽ തന്നിട്ടുണ്ട്. അത് ഇതുപോലത്തെ ഷേപ്സ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിസംസും പിരമിഡ്സുമാണ് പഠിക്കാനുള്ളത്. എന്താണ് പ്രിസവും പിരമിഡും? പ്രിസംസും പിരമിഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പ്രിസങ്ങൾക്ക് 2 ഫേസസ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു ഫേസും ഇതിന് ബാക്ക് സൈഡിലെ ഫേസും. മനസ്സിലായോ? അതേസമയം പിരമിഡ്സിന് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഫേസ് ഉണ്ട്, അതായത് ബേസ് ഉണ്ടാവും. ഫേസ് അല്ല, ബേസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ പിരമിഡ്സിന് 2 ബേസ് ഉണ്ടായിരിക്കും. പ്രിസത്തിന് 2 ബേസ് ഉണ്ടായിരിക്കും. അതായത് ഇതും എൻ്റെ ബാക്ക് സൈഡും, അതുപോലെ ഇതും എൻ്റെ ബാക്ക് സൈഡും, ഇതും എൻ്റെ ബാക്ക്. അപ്പം 2 ബേസസ് ഉണ്ടാവും. പക്ഷെ പിരമിഡ്സിന് ഒരു ബേസേ ഉള്ളൂ. പിന്നെന്താണ്? കോമൺ പോയിൻ്റ് ഉണ്ടായിരിക്കും ഇതിന്. അതായത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു കോമൺ പോയിൻറ്റും പിരമിഡ്സിനുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് പിരമിഡ്സും പ്രിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇത് പിരമിഡാണോ പ്രിസമാണോ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. 2 ബേസ് ഉണ്ടെങ്കിൽ അത് പ്രിസം, ഒരു ബേസും ഒരു കോമൺ പോയിൻറ്റും ഉണ്ടെങ്കിൽ അതെന്താണ്? അതൊരു പിരമിഡ്. വാട്ട് ഷേപ്പ് ഓഫ് ദ ഫേസ് ഈസ്? നോക്കി, ഇവിടെ നമുക്ക് 3 പ്രിസം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ട്രയാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം, ഹെക്സഗണൽ പ്രിസം. ഇതിൽ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പാണ്. നമുക്കത് കണ്ടാൽ അറിയാം. എന്തായതുണ്ടോ? ഇത് ട്രയാങ്കിൾ ഷേപ്പാണ് അല്ലേ, ഈ ഭാഗം. അതുപോലെ സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ. ഹെക്സഗണലിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ. 6 ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ഉണ്ട്. അതായത് വശങ്ങൾ എഡ്ജസ് 6 ഉണ്ട്. നോക്കാം നമുക്ക്. 1 2 3 4 5 6 കണ്ടോ? അതിനാണ് ഹെക്സഗണൽ പ്രിസം എന്ന് പറയുന്നത്. വാട്ട് ഷേപ്പ് ഓഫ് ദ ഫേസ് ഈസ് കോമൺ ടു ഓൾ പ്രിസംസ്? എല്ലാ പ്രിസത്തിനും ഉള്ളത് ഏത് ഷേപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫേസ് ആണ്? ഏതാണെന്ന് നോക്കിയേ. റെക്റ്റാങ്കുലർ അല്ലേ? റെക്റ്റാങ്കുലർ ഫേസ് ആണ് എല്ലാത്തിനും ഉള്ളത്. അടുത്ത്, വാട്ട് അതർ ഷേപ്സ് ഡു ദീസ് പ്രിസംസ് ഹാവ്? വേറെ എന്തൊക്കെയാണ് ഈ പ്രിസത്തിനുള്ളത്? ഏതൊക്കെയാണ്? ട്രയാങ്കുലർ ഫേസ് ഉണ്ട്, സ്ക്വയർ ഫേസ് ഉണ്ട്, ഹെക്സഗണൽ ഫേസ് ഉണ്ട്. ശരിയല്ലേ? ഇനി ഹൗ മെനി സച്ച് ഫേസസ് ഈച്ച്? ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നോക്കാം.
ഇതിന് ഹെക്സാണൽ ഫേസ് എത്ര ഉണ്ട്? ഹെക്സാണൽ പ്രിസത്തിന് 2 ഹെക്സഗണൽ ഫേസ്. സ്ക്വയർ പ്രിസത്തിന് 2 സ്ക്വയർ ഫേസസ്. ദെൻ ട്രയാങ്കുലർ പ്രിസത്തിന് 2 ട്രയാങ്കുലർ ഫേസസ്. മനസ്സിലായോ? ഇനിയും ഈ ഓരോന്നിനും റെക്റ്റാങ്കുലർ ഫേസസ് എത്ര ഉണ്ടെന്ന് പറയാമോ? ഇതിന് ട്രയാങ്കുലർ പ്രിസമാണ്. ഇതിന് എത്ര റെക്റ്റാങ്കുലർ ഫേസസ് ഉണ്ട്? ഒന്ന് ഇതല്ലേ, ഇതിന് ഓപ്പോസിറ്റ്, ഇതിന് താഴെ, ശരിയല്ലേ? അപ്പോൾ 3 എണ്ണം. ഇവിടെയോ 1 2 3 4 4 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം വരും. 1 2 3 4 5 6 റെക്റ്റാങ്കുലർ ഫേസസ് ഉണ്ടാവും. ഇനി പിരമിഡ്സ് നോക്കാം. ഇവിടെ 3 ടൈപ്പ് പിരമിഡ്സ് കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കുലർ പിരമിഡ്, പെൻറ്റഗണൽ പിരമിഡ് ആൻഡ് സ്ക്വയർ പിരമിഡ്. ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് ട്രയാങ്കുലർ ആയിരിക്കും. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സസ് ആണ്, 5 സൈഡ്. അപ്പോൾ 5 സൈഡ് ആയിരിക്കും ഇതിൻ്റെ ബേസ്. 5 വശങ്ങളുള്ള, അതായത് ഇപ്പം നമ്മളിത് 6 വശമല്ലേ പറഞ്ഞു, അതുപോലെ 5 വശങ്ങളുള്ള ഒരു ബേസ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ദെൻ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതിന് 4 വശമുള്ള ഒരു ബേസാണ് ഉള്ളത്. വൺ ഷേപ്പ് ഓഫ് ഫേസ് ഈസ് കോമൺ ടു ഓൾ ദ പിരമിഡ്സ്. ഇതിന് എല്ലാ പിരമിഡ്സിനും എന്താണ്, ഏത് ഫേസാണ് കോമൺ ആണെന്നുള്ളതെന്ന് അറിയാമോ? യെസ്, ട്രയാങ്കുലർ ഫേസ് ആണ്. ട്രയാങ്കുലർ ഫേസ് ആണ് കോമൺ ആയിട്ടുള്ളത്. ആൻഡ് ഓൾ ദ ട്രയാങ്കുലർ ഫേസസ് മീറ്റ് അറ്റ് എ പോയിന്റ്, 1 പോയിന്റ്. എല്ലാ ട്രയാങ്കുലർ ഫേസും ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേര് അപ്പെക്സ് എന്നാണ്. അപ്പെക്സ്, ഈ പോയിന്റിന് പറയുന്ന പേരാണ് അപ്പെക്സ്. ഐഡൻറ്റിഫൈ ദ എനി അതർ ഷേപ്പ് ഇൻ ഈച്ച് ഓഫ് ദ പിരമിഡ്. ഓരോ പിരമിഡിനും പിന്നെ വേറെ എന്ത് ഷേപ്പുകളാണ് ഉള്ളത്? ഇതിന് ട്രയാങ്കുലർ പിരമിഡ് ട്രയാങ്കിൾ ഫേസ് ഉണ്ട് അല്ലേ? പിന്നെ സ്ക്വയർ പിരമിഡിന് സ്ക്വയർ ഫേസ് ഉണ്ട്. ദെൻ പെൻറ്റഗണൽ പിരമിഡിന് പെൻറ്റഗണൽ ഫേസും ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ട്രൈ ടു മേക്ക് ദ എബോവ് ഷേപ്സ് യൂസിങ് സ്ട്രോസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആൻഡ് ത്രെഡ് ആൻഡ് ഫൈൻഡ് ദ ഫിൽ ദ ടേബിൾ. നോക്കിയാൽ ഇവിടെ ഓരോ സ്ക്വയർ പ്രിസം അല്ലെ ക്യൂബ്, ക്യൂബോയിഡ്, ട്രയാങ്കുലർ പിരമിഡ്, സ്ക്വയർ പിരമിഡ്, ട്രയാങ്കുലർ പ്രിസം, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫേസസ് എത്ര, കോർണേഴ്സ് എത്ര, നമ്പർ ഓഫ് എഡ്ജസ് എത്ര, ഇങ്ങനെ ഓരോന്നും നമുക്ക് കാണണമേ. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തേത് ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം എന്ന് പറയും. ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം. നോക്കിയേ, ഈ ക്യൂബിന് എത്ര ഫേസസ് ഉണ്ടെന്ന് അറിയാമോ? ഫേസസ് നോക്കുമ്പോൾ ഇതൊരു ഫേസ്, ഇതിന് ഏറ്റവും അടിയിലൊരു ഫേസ് അല്ലേ, പിന്നെ ഇത് ഇങ്ങനെ, പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ടൊരു ഫേസും വരുന്നു. അപ്പോൾ എത്ര എണ്ണം വരുന്നു? 6 ഫേസസ്. നമ്പർ ഓഫ് കോർണേഴ്സ്. കോർണേഴ്സ് എങ്ങനെ? അപ്പോൾ ഫേസസ് നമ്മൾ ഇങ്ങനെയാണ് എണ്ണുന്നത്, ഒരു ഫേസ് ആയത് അങ്ങനെ എണ്ണുന്നത്. ഇനി കോർണേഴ്സ് എങ്ങനെ എണ്ണുന്നതെന്ന് അറിയാമോ? മൂലകൾ 1 2 3 4 5 6 7 ഇങ്ങനെ മൂലകളാണ് എണ്ണുന്നത്. 8. ഇപ്പോൾ 8 കോർണേഴ്സ് ഉണ്ട്. ഇനി അതുപോലെ നമ്പർ ഓഫ് എഡ്ജസ്. എഡ്ജസ് എന്ന് പറയുന്നത് ഈ വരകളായിരുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ 12 എഡ്ജസുമുള്ളത്. സെയിം വേ ആണ് ക്യൂബോയിഡും. അതായത് ക്യൂബും ക്യൂബോയിഡും നമ്മൾ അളവുകൾക്ക് വ്യത്യാസമുള്ളതേ ഉള്ളൂ. അതായത് ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യൂബായിട്ട് മാറും. ക്യൂബോയിഡിനാണ് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ആകത്തുള്ളൂ, ക്യൂബിനാണ് എല്ലാ സൈഡ്സും ഈക്വലാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഫേസസും നമ്പർ ഓഫ് കോർണേഴ്സും എഡ്ജസും സെയിം ആണ് രണ്ടും. ഇനി അടുത്ത ട്രയാങ്കുലർ പിരമിഡ്. ട്രയാങ്കുലർ പിരമിഡിൻ്റെ ഫേസസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ട്രയാങ്കുലർ പിരമിഡിന് നമ്മുടെ താഴ്വശത്ത് ബേസ് ആയിട്ടൊരു ട്രയാങ്കുലർ ഫേസ് വരുന്നുണ്ട്. പിന്നെന്താണ് 1 2 3 3 ഫേസസ്, അങ്ങനെ മൊത്തം 4 ഫേസസ്. അതുപോലെ തന്നെ 4 കോർണേഴ്സ്, 1 2 3 4 4 കോർണേഴ്സ്. പിന്നെ എഡ്ജസ് ഏതൊക്കെയാണ്? ഈ വര നോക്കിയാൽ മതി, 1 2 3. പിന്നെ അതുപോലെ ട്രയാങ്കിളിൻ്റെ 3 എണ്ണം, അതിൻ്റെ ബേസ് ട്രയാങ്കിൾ അല്ലേ, 3 എണ്ണം, അങ്ങനെ 6 എണ്ണം.
ദെൻ സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിന് എങ്ങനെ വരുന്ന ഇതാ ഇങ്ങനെ വരും. അപ്പോൾ അതിന് എത്ര ഫേസസാണ് ഉള്ളത്? 1 2 3, ബാക്ക് സൈഡ് 4, ദെൻ 5 ഫേസസ്, 5 കോർണേഴ്സ്, പിന്നെ 8 എഡ്ജസ്. അതെന്നെ നോക്കണേ, എഡ്ജസ് ഒക്കെ 1 2 3 4 5 6 7 8, അങ്ങനെ 8 എഡ്ജസ്. ദെൻ ട്രയാങ്കുലർ പ്രിസം. ട്രയാങ്കുലർ പ്രിസത്തിന് ബേസ് 2 ബേസസ് ആണുള്ളത്. അപ്പം അവിടെ രണ്ട് ഫേസ് ഉണ്ട്, പിന്നെ 3 ഫേസ് അല്ലാതെ വരുന്നുണ്ട്. അതാ ഇങ്ങനെ ഇവിടെ ഒരു ഫേസ്, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പം അങ്ങനെ നമ്പർ ഓഫ് ഫേസസ് 5, നമ്പർ ഓഫ് കോർണേഴ്സ് 6 ഉണ്ട്, മുകളിലും 3 താഴെയും 3. നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 9 ഉണ്ട്. അതായത് ഇവിടെ 3, ബേസ് താഴത്തെ ബേസ് 3, പിന്നെ സൈഡിലത്തേത് അങ്ങനെ 3, 9. ഇനി നോക്കിയേ, ഇവിടെ നമുക്കൊരു ഇക്വേഷനുണ്ട്, എഫ് പ്ലസ് വി മൈനസ് സി. അതായത് ഇപ്പം നമ്മൾ കണ്ട ഫേസ്, കോർണേഴ്സ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഡ്ജസിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് നോക്കണം. ഓരോന്നും നോക്കാം. 8 പ്ലസ് 6 എത്ര കിട്ടും? യെസ്, 14 മൈനസ് 12 എത്ര കിട്ടുന്ന? യെസ്, 2. സെയിം നമ്പർ ആണല്ലോ ഇവിടെ, അപ്പം മൈനസ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. അടുത്ത എങ്ങനെ നോക്കിയേ, 4 പ്ലസ് 4 8 മൈനസ് 6 2. എഗെയിൻ 5 പ്ലസ് 5 10 10 മൈനസ് 8 2. കണ്ടോ, എല്ലാം 2 എന്നാണ് വരുന്നത്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫേസും കോർണേഴ്സും ആഡ് ചെയ്തിട്ട് എഡ്ജസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമൺ നമ്പറാണ് ഇതിന് കിട്ടുന്നത്, 2 ആണ് കിട്ടുന്നത്. ഇനിയും സോർട്ട് ദ 3D ഷേപ്സ് ബൈ നമ്പർ ഓഫ് ഫ്ലാറ്റ് ഫേസസ്, റൈറ്റ് ദം ഇൻ ദ നെയിം ഹിയർ. നമ്പർ ഓഫ് ഫേസസും അതിൻ്റെ നമ്പർ ഓഫ് ഷേപ്പും, അതായത് ഒരു ഫ്ലാറ്റ് ഫേസ് ഉള്ളതിന് നമ്മൾ കോൺ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടോ? പിക്ചർ ഓർത്തോണം. അതായത് ഇങ്ങനെയാണ് നമ്മൾ കോൺ അല്ലേ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഫേസ് ഇവിടെ മാത്രമാണുള്ളത്, ഫേസ് ഫ്ലാറ്റ് ആയിട്ടുള്ളത് അല്ലേ, അതിന് നമ്മൾ എന്താണ് പറയുന്നത്? കോൺ. 2 ഫ്ലാറ്റ് ഫേസസ്, 2 ഫ്ലാറ്റ് ഫേസസ് ഉണ്ടെങ്കിൽ അതിന് സിലിണ്ടർ. ഇതാ ഇങ്ങനെ, ഇതല്ലേ സിലിണ്ടറിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതും. നെക്സ്റ്റ് ട്രയാങ്കുലർ 4 ഫ്ലാറ്റ് ഫേസ്, അത് ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറയുന്നു. 4, അതായത് ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പുണ്ട്, അത് ബേസ്, പിന്നെ മുകളിലോട്ടാണ് ഇങ്ങനെ. ഇനി എത്ര ഫ്ലാറ്റ് ഫേസാണ് വരുന്നത്? 1 ഇത്, 2 3, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണത്തില്ലല്ലോ, ആ 4ാമത്തേതും ചേർന്ന് 4 ഫ്ലാറ്റ് ഫേസ്. അടുത്തത് 5 വന്ന് വരുന്നത് ഏതാണ്? സ്ക്വയർ. അതെന്താ വ്യത്യാസം? അതിൻ്റെ ബേസ് 4 അല്ലേ, അപ്പോൾ ആ ഒരു ഫേസൂടെ, ഇതിൻ്റെ ഒരു ഫേസൂടെ നമുക്ക് മുകളിലോട്ട് വരും. 4 സൈഡ്. നമ്മൾ ട്രയാങ്കുലർ പ്രിസം ചെയ്തപ്പോൾ 3 സൈഡേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിന് ഈ ഒരു ഫേസിൻ്റെ കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് സ്ക്വയർ പിരമിഡ്. 6 ഫേസസ് വന്നാൽ അത് ക്യൂബാണ്. 8 വന്നു കഴിഞ്ഞാൽ ഒക്ടഗണൽ പ്രിസമാണ്. 8 വന്നു കഴിഞ്ഞാൽ അത് ഒക്ടഗണൽ പ്രിസം. ഇനിയും ഈ നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് ഷേപ്പും, ഇതിൻ്റെ 3D ഷേപ്പ് ബൈ ദ നമ്പർ ഓഫ് സ്ട്രെയിറ്റ് എഡ്ജസ്. ഇപ്പോൾ ഫ്ലാറ്റ് ഫേസസ് പറഞ്ഞു, ഇത് സ്ട്രെയിറ്റ് എഡ്ജസ്. 6 സ്ട്രെയിറ്റ് എഡ്ജസ് ഉണ്ടെങ്കിൽ അതൊരു ട്രയാങ്കുലർ പ്രിസം ആയിരിക്കും. 8 ആണെങ്കിലോ സ്ക്വയർ പിരമിഡ്, 9 സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ടെങ്കിൽ പെൻറ്റഗണൽ പിരമിഡ്, ആൻഡ് 12 സ്ട്രെയിറ്റ് എഡ്ജസ് ഉണ്ടെങ്കിൽ ക്യൂബോയിഡ് ആണ് ഉള്ളത്. Then take a die, look at the face of the number 1. The face numbered 6 is opposite to the face number 1. What is the face opposite to the face numbers? നോക്കിയേ, ഡൈസിൻ്റെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് നമ്പറാണോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 7 ആണ്. മനസ്സിലായോ? അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 5. 3യുടെ ഓപ്പോസിറ്റോ? 4. 4ൻ്റെ ഓപ്പോസിറ്റോ? 3 ഉണ്ടോ? ഇതാണ് വിച്ച് ഫേസസ് ഹാവ് കോമൺ എഡ്ജ് വിത്ത് ഫേസ് 1. 1ഉമായിട്ട് കോമൺ എഡ്ജ് ഉള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇത് അല്ലേ, ഇതാണ് 1. ഇതിനോട് കോമൺ എഡ്ജ് ഉള്ള ഏതാണ്? 3.
3ക്ക് ഓപ്പോസിറ്റ് എന്താ വരുന്നത്? 4 ആണല്ലോ. 5ന് ഓപ്പോസിറ്റ് എത്ര വരുന്നത്? 2. ശരിയല്ലേ? അപ്പോൾ 3, 5, 4, 2 ഇത്രയുമാണ് 1ന് എന്താണ് ഫേസിന് കോമൺ ആയിട്ട് വരുന്നത്. 3, 5, 2, 4. ഇനി വിച്ച് ഫേസസ് നോ കോമൺ എഡ്ജ് വിത്ത് ദ ഫേസ് നമ്പേർഡ് 1. 1ഉമായിട്ട് ഒരു കോമൺ എഡ്ജും ഇല്ലാത്ത ഏതായിരിക്കും? നേരെ 1ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. 1ൻ്റെ ഓപ്പോസിറ്റ് ഏതാ ഉള്ളത്? 6 അല്ലേ? 1 + 6 അല്ലേ 7 വരുന്നേ അല്ലേ? അപ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള 6 ആണ് കോമൺ എഡ്ജ്, ഒന്നുമായിട്ട് ഇല്ലാത്തത്. Look at the different views of the same cube. What color is the face that is opposite to the red face? Red face നോക്കണേ. റെഡ് ഫേസ്. ഈ റെഡ് ഫേസ്, വാട്ട് കളർ ഫേസ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ റെഡ്. റെഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എന്തുവാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കി, റെഡിന് ഇവിടെ ഓറഞ്ച് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്, ഗ്രീനും അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, പിന്നെ റെഡിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ബ്ലൂവും ഉണ്ട്, യെല്ലോയും വരുന്നുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് അല്ലാത്ത വരുന്ന ഏതായിരിക്കും? പർപ്പിൾ അല്ലേ? പർപ്പിൾ കളറായിരിക്കും ഉള്ളത്. പർപ്പിൾ. Then what color is a face that is opposite to the yellow face? യെല്ലോ ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണ് വരുന്നതെന്നാണ് അടുത്ത ചോദ്യം. യെല്ലോ നോക്കിയേ, ഇത് യെല്ലോ ഫേസ്. യെല്ലോ ഫേസിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ബ്ലൂ വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട് അല്ലേ? പിന്നെ എന്താ വരുന്നത്? ദെൻ റെഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഏതാണ്? ഗ്രീൻ അല്ലേ? അപ്പോൾ ആ ഗ്രീൻ ആയിരിക്കും യെല്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. കളർ ഓൾ ദി ഷേപ്പ് വിത്ത് റെക്ടാങ്കുലർ ഫേസ് ഇൻ റെഡ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു വട്ടത്തിൽ ആ പേജിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വിവിധ തരത്തിലുള്ള ഷേപ്പ്. ആ ഷേപ്പിനാണ് കളർ ചെയ്യേണ്ടത്. കളർ ഓൾ ദി ഷേപ്പ് വിത്ത് റെക്ടാങ്കുലർ ഫേസ്. റെക്ടാങ്കുലർ ഫേസ് ഉള്ളതിന് എന്ത് ചെയ്യണം? റെഡിൽ കളർ ചെയ്യണം. റെക്ടാങ്കുലർ ഫേസ് ഏതാ ഉള്ളതെന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം? ഇതാ ഇവിടെ റെക്ടാങ്കുലർ ഫേസ് ഉണ്ട്, കണ്ടോ? ഇത് അതിനെ എന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കണം. ഇവിടെ അപ്പോൾ റെഡ് കളർ കൊടുക്കണം. ദെൻ അടുത്ത എന്താ പറയുന്നത്? ഡ്രോ എ സ്മൈലി ഓൺ ദ ഷേപ്പ് വിത്ത് എ ട്രയാങ്കുലർ ഫേസ്. ട്രയാങ്കുലർ ഫേസ് ഉള്ളതിന് എന്ത് ചെയ്യണം? ഒരു സ്മൈലി വരയ്ക്കണം. ദ ട്രയാങ്കുലർ ഫേസ് ഇവിടെ അല്ലേ? അതിനപ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്മൈലി വരയ്ക്കണേ. സ്മൈലി വരയ്ക്കാൻ അറിയാമല്ലോ, ഇതിങ്ങനെ സ്മൈലി. ദെൻ ഡ്രോ എ സ്റ്റാർ ഓൺ ദ ഷേപ്പ് ഓഫ് കർവ്ഡ് ഫേസ്. കർവ്ഡ് ഫേസ് വരുന്നതിന്, അതായത് ഈ കർവ്ഡ് ഫേസ് ഇത് വരുന്നതിന് എന്ത് ചെയ്യണം? ഒരു സ്റ്റാർ നിങ്ങൾ വരച്ചു കൊടുക്കണം. ആൻഡ് കളർ ദ ഷേപ്പ് വിത്ത് നോ കോർണേഴ്സ് ഈസ് ഇൻ ബ്ലൂ. ഒരു കോർണറും ഇല്ലാത്തത്. കോർണറൊന്നും ഇല്ലാത്ത ആർക്കാ? സ്ഫിയറിന്. അതിനെന്ത് ചെയ്യണം? ബ്ലൂ കളർ കൊടുക്കണം. അടുത്തത് സർക്കിൾ ദ ഷേപ്പ് ദാറ്റ് ഹാവ് ദ സെയിം ഓപ്പോസിറ്റ് ഫേസ്. അതായത് ഓപ്പോസിറ്റ് ഫേസ് സെയിം വരുന്നതിന് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഓപ്പോസിറ്റ് ഫേസസ് ഈക്വൽ വരുന്നതിന്. അതായത് ഇപ്പം ഓപ്പോസിറ്റ് ഫേസസ് ഈക്വൽ വരും, അതിനെ സർക്കിൾ ചെയ്യണം. അതുപോലെ സിലിണ്ടർ ഉണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് സെയിം ഫേസസ് ആണ് വരുന്നത്, അതിനെന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അടുത്തത് സോർട്ടിങ് 3D ഷേപ്സ്. റൈറ്റ് ദ നെയിംസ് ഓഫ് 3D ഷേപ്സ് ഇൻ ദ കറക്റ്റ് പ്ലേസസ്. ഇവിടെ നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, അല്ലെ ക്ലൂസ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ആൻസർ ഏതാണ്? ഓൾ ഫേസസ് ലുക്ക് ദ സെയിം. ഒരുപോലെ ഇരിക്കുന്നത് ഏതിനാണ്? ക്യൂബ് അല്ലേ? പിന്നെ ഓൾ ഫേസസ് ഡു നോട്ട് ലുക്ക് സിം. ഒരു ഫേസ് ഒരുപോലെ അല്ല. ക്യൂബോയിഡും ട്രയാങ്കുലർ പ്രിസോ. അടുത്തത് നോക്കി, ഷേപ്സ് വിത്ത് കർവ്ഡ് എഡ്ജസ്. കർവ്ഡ് എഡ്ജസ് ഉള്ള ഏതാണ്? സിലിണ്ടർ, സ്ഫിയർ, കോണ്. ഈ ഷേപ്സ് വിത്ത് സ്ട്രെയിറ്റ് എഡ്ജസ്. സ്ട്രെയിറ്റ് എഡ്ജസ് ഉള്ളത് ഏതിനൊക്കെയാണ്? സ്ക്വയർ, പിരമിഡ്, ട്രയാങ്കുലർ, പ്രിസം. ദെൻ ഷേപ്സ് വിത്ത് റെക്ടാങ്കുലർ ഫേസ്. റെക്ടാങ്കുലർ ഫേസ് ഉള്ളത് ഏതിനാണ്? റെക്ടാങ്കുലർ ഫേസ് ഉള്ളത് ക്യൂബിനും ക്യൂബോയിഡിനുമാണ്. ഷേപ്സ് വിത്ത് ട്രയാങ്കുലർ ഫേസ് ഏതിനാണ്? സ്ക്വയർ, പിരമിഡിന്. ഈ ഷേപ്പ് വിത്ത് ബോത്ത് റെക്ടാങ്കുലർ ആൻഡ് ട്രയാങ്കുലർ ഫേസസ് ഏതാണ്?
ട്രയാങ്കുലർ പ്രിസത്തിനാണ് ഏതുള്ളത്, ബോത്ത് റെക്ടാങ്കുലർ ആൻഡ് ട്രയാങ്കുലർ ഫേസസ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങളുമായിട്ട് നാളെ കാണാം. താങ്ക് യു.